അതായത് റീജിയൻ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ ഡിപ്ലീറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവിടെ ചാർജ് കാരിയേഴ്സ് ഇല്ല, ദാറ്റ് ഇസ് ഇലക്ട്രോൺ ഫ്ലോ ഇല്ല. സോ കറന്റ് നോർമലി 0 ആണ്. അവിടെ ചാനൽ ഇല്ല. ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് റീജിയൻ ആയിരിക്കും ഇതിൻ്റെ ഇടയിലുള്ള റീജിയൻ എന്ന് പറയുന്നത്. ദ പാത്ത് ബിറ്റ്വീൻ ദ ഡ്രെയിൻ ആൻഡ് ദ സോഴ്സ് ഹാസ് എ വെരി ഹൈ റെസിസ്റ്റൻസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻12 ohm. അപ്പോൾ നമ്മൾ വിത്ത് 0 ഗേറ്റ് വോൾട്ടേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ എ പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ഇസ് അപ്ലൈഡ്. അതാണ് ഈ ഒരു ഫിഗറിൽ ശരിക്കും പറഞ്ഞാൽ കാണിച്ചേക്കുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത 0 ഗേറ്റ് വോൾട്ടേജ് ആണ്. പക്ഷേ 0 ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ചാനൽ ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഒരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ്. അതാണ് ഈ ഫിഗറിൽ ആക്ച്വലി കാണിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഒരു ഇൻവേർഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. അതായത് ഫസ്റ്റ് ഡിപ്ലീഷൻ ആയിരുന്നു. ഡിപ്ലീഷൻ കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ VG എന്ന് പറയുന്ന ഈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എൻ ചാനൽ മോസ്ഫെറ്റിൽ എൻ ചാനൽ ഫോം ചെയ്യുകയാണ്. അതായത് ഈ ഒരു കേസിൽ നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ദ പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ഓൺ ദ ഗേറ്റ് causes the free holes to be repelled from the region of substrate under the gate channel region. ഇവിടെ നമുക്കറിയാം P റീജിയനിൽ എന്ന് പറയുമ്പോൾ ഹോൾസ് ആണ് ഉള്ളത്. അപ്പോൾ VGയിൽ ഒരു പോസിറ്റീവ് കൊടുക്കുമ്പോൾ ആസ് ഓക്സൈഡ് തിക്നെസ് ഇസ് ലെസ്, ഈ പോസിറ്റീവ് ചാർജ് അതായത് ആ ഒരു P സബ്സ്ട്രേറ്റ് റീജിയനിലുള്ള പോസിറ്റീവ് ചാർജിനെ റിപ്പല് ചെയ്ത് താഴോട്ട് മാറ്റും. വീണ്ടും നമ്മൾ VG ഇൻക്രീസ് ചെയ്താൽ P സബ്സ്ട്രേറ്റിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനും തുടങ്ങും. അങ്ങനെ അവിടെ ഈ ഒരു റീജിയനിൽ ഇലക്ട്രോൺസ് അക്യൂമുലേഷൻ ഉണ്ടാവും. ഈ അക്യൂമുലേഷൻ കാരണം അവിടെ ഒരു ചാനൽ ഫോം ചെയ്യും. അപ്പോൾ VG ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോഴാണ് ഈ ഒരു ചാനൽ ഫോം ചെയ്യുന്നത്. ആ പെർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് VG ഈക്വൽ ടു VT ആയിരിക്കണം. VG ഈക്വൽ ടു VT ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ സഫീഷ്യന്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈ ഒരു റീജിയനിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ചാനൽ ഫോം ചെയ്യുന്ന കണ്ടീഷനെയാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു: ഡിപ്ലീഷൻ, അക്യുമുലേഷൻ ആൻഡ് ഇൻവേർഷൻ. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ലാസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ് ഇൻവേർഷൻ എന്താണെന്നൊക്കെ. ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് P ടൈപ്പ് ആണ്. അപ്പോൾ P ടൈപ്പ് സബ്സ്ട്രേറ്റിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ആയ ഹോൾസിനെ അത് താഴോട്ട് റിപ്പൽ ചെയ്യും. ദീസ് ഹോൾസ് ആർ പുഷ് ഡൗൺവേർഡ്സ് ടു ദ സബ്സ്ട്രേറ്റ് ലീവിംഗ് ബിഹൈൻഡ് കാരിയർ ഡിപ്ലീഷൻ റീജിയൻ. ഡിപ്ലീഷൻ, അക്യുമുലേഷൻ, ഇൻവേർഷൻ, ഈ രീതിയിലാണ് മോസ്ഫെറ്റ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഹോൾസ് എല്ലാം റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് ആവും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ഇസ് പോപ്പുലേറ്റഡ് ബൈ bound negative charge associated with the acceptor atoms. And these charges are uncovered because the neutralizing holes have been pushed downwards into the substrate. On further increasing the VGS, the positive gate voltage attracts electrons from the N+ source and drain region. പിന്നെയും വോൾട്ടേജ് കൂട്ടിക്കൊടുക്കുമ്പോൾ ഈ ഒരു പോസിറ്റീവ് വോൾട്ടേജ് N+ സോഴ്സിലെയും N+ ഡ്രെയിനിലെയും ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. വേർ ദേ ആർ ഇൻ അബണ്ടൻസ് ഇൻ ടു ദ ചാനൽ റീജിയൻ. അങ്ങനെയാണ് ഇവിടെ ഒരു ചാനലിൽ ഒരു ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത്. അപ്പോൾ N+ റീജിയനിൽ നിന്നും P+ റീജിയനിൽ നിന്നും ഉള്ള ഇലക്ട്രോൺസിനെ ഈ ഗേറ്റിലേക്കുള്ള പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. അങ്ങനെ അവിടെ ഒരു ചാനൽ ഫോം ചെയ്യുകയും അങ്ങനെ ആ ചാനൽ ഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മിനിമം ഗേറ്റ് വോൾട്ടേജിനെയാണ് ത്രെഷ്ഹോൾഡ് വോൾട്ടേജ് എന്ന് നമ്മൾ പറയുന്നത്. ത്രെഷ്ഹോൾഡ് വോൾട്ടേജ്. അപ്പം ആ ഫോം ചെയ്യുന്ന ചാനലിനെ ഇൻവേർഷൻ ലെയർ എന്നും നമ്മൾ പറയുന്നു. P സബ്സ്ട്രേറ്റിൽ ഒരു N റീജിയൻ ആണ് ഫോം ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇൻവേർഷൻ ലെയർ എന്ന് പറയാൻ കാരണം. ഇൻവേർഷൻ ലെയർ. അപ്പം ഈ പോയിന്റ്സ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഇത്രയും പോയിന്റ്സ്, ഈ ഫസ്റ്റ് 3 പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. When sufficient number of electrons accumulate near the surface of the substrate under the gate, an N region is in effect created connecting the source and the drain. ഇവിടെ sufficient number of electrons ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു N region ഇവിടെ ഫോം ചെയ്യും between the source and the drain. അതാണ് ആ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. Now, if a voltage is applied between the drain and the source, current flows through the induced N region carried by the mobile electrons, and this induced N region thus forms a channel for the current flow from drain to source. ഇനി നമ്മൾ ഈ ഡ്രെയിനിനും സോഴ്സിനും ഇടയ്ക്ക് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഫോം ചെയ്ത N റീജിയനിൽ ഇലക്ട്രോൺസിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ നടക്കും എന്നാണ് പറയുന്നത്. The channel is created by inverting the substrate from P-type to N-type. Hence, the induced channel is also called a inversion layer. The value at which a sufficient number of mobile electrons accumulate in the region to form conducting channel is called the threshold voltage. The value of the gate voltage at which sufficient number of mobile electrons accumulate in the region to form conducting channel is called threshold voltage. Next ഒരു term പഠിക്കാൻ പോകുന്നത് overdrive voltage. Overdrive voltage എന്ന് വെച്ചാൽ ഇപ്പോൾ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. Gate and the channel region of the Mosfet form a parallel plate capacitor with oxide layer acting as the capacitor dielectric. അതായത് മെറ്റൽ ലെയർ ഒരു പ്ലേറ്റ്, ഓക്സൈഡ് ലെയർ അതിനിടയ്ക്കുള്ള ഇൻസുലേറ്റർ മെറ്റീരിയൽ ആൻഡ് സെമി കണ്ടക്ടർ ലെയർ എന്ന് പറയുന്നത് അടുത്ത ഒരു പ്ലേറ്റ്. The positive gate voltage causes positive charge to accumulate on the plate of the capacitor. അതായത് കപ്പാസിറ്ററിന് 2 പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റലാണ്. അപ്പോൾ മെറ്റൽ എന്ന് പറയുന്നത് മെറ്റലിൽ പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. അതായത് ആ ഗേറ്റിൽ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കോസസ് പോസിറ്റീവ് ചാർജ് ടു അക്യുമുലേറ്റ് ഓൺ ദ പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ. ഓക്കെ, താഴെ എന്താണ്, താഴെ ഇലക്ട്രോൺസ്, അതായത് ആ അക്യുമുലേറ്റ് ചെയ്ത ഇലക്ട്രോൺസ് ചേർന്നിട്ടൊരു നെഗറ്റീവ് ചാർജും അവിടെ ഇൻഡ്യൂസ് ചെയ്യും. The corresponding negative charge on the bottom plate is formed by the electrons in the induced channel. An electric field thus develops in the vertical direction. അപ്പോൾ ഇങ്ങനെ ഒരു ചാർജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഫോർമേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് കാരണമാണ് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവുന്നത്. It is this field that controls the amount of charge in the channel, and thus it determines the channel conductivity and in turn the current that will flow through the channel when a voltage VDS is applied. So ഈ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ചാനലിന്റെ കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. The voltage across this parallel plate capacitor, that is the voltage across the oxide, must exceed Vt for the channel to form when VDS is equal to 0. The voltage at every point along the channel is 0 and the voltage across the oxide, that is between the gate and the points along the channel, is uniform and equal to VGS. അതായത് VDS കൊടുക്കാതിരുന്നാൽ voltage at every point on the channel is 0. Voltage across oxide is uniform and equal to VGS. നമ്മളൊരു VGയിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കൊടുക്കുകയും VDS 0 ആക്കി വെക്കുകയും ചെയ്യുമ്പോഴുള്ള സംഭവമാണ് ഈ പറഞ്ഞത്. അതായത് along the entire length of the channel voltage uniform ആയിരിക്കും.
The excess of VGS over VT is termed the effective voltage or overdrive voltage, and is the quantity that determines the charge in the channel. അതായത് വി ജി എസിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് വി ടിയെക്കാട്ടിൽ എത്ര കൂടുതലാണോ അതിനാണ് ഓവർഡ്രൈവ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പം ഓവർഡ്രൈവ് വോൾട്ടേജ് നമുക്ക് ഇങ്ങനെ എഴുതാം, വി ഒ വി ഇസ് ഈക്വൽ ടു വി ജി എസ് മൈനസ് വി ടി. ഈ ഓവർഡ്രൈവ് വോൾട്ടേജ് വെച്ചിട്ടാണ് ലീനിയർ റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, പിഞ്ച് ഓഫ് റീജിയൻ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ വി ജി എസ് മൈനസ് വി ടി എന്ന നെറ്റ് വോൾട്ടേജിനെയാണ് ഓവർഡ്രൈവ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സപ്പോസ് VDS is less than VGS minus VT. ഈ റീജിയനെയാണ് ലീനിയർ റീജിയൻ എന്ന് പറയുന്നത്. If VDS is equal to VGS minus VT, അതിനെ പിഞ്ച് ഓഫ് റീജിയൻ എന്ന് പറയും. ആൻഡ് ഇഫ് VDS is greater than VGS minus VT, ആ ഒരു റീജിയനെ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയും. അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ രണ്ട് കേസ് ഇപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് അപ്ലൈയിങ് എ സ്മോൾ VDS. ഫസ്റ്റ് ടു കേസസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വിത്ത് 0 ഗേറ്റ് വോൾട്ടേജ്, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് സ്മോൾ ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുള്ള കേസാണ്. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് അപ്ലൈയിങ് എ സ്മോൾ VDS. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നമുക്ക് കാണാം, ഈ ഒരു ഡ്രെയിൻ കറണ്ട് നമുക്ക് കാണാം. അപ്പോൾ VG കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്മോൾ VDS കൂടി നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ സോഴ്സ് ഇവിടെ ഗ്രൗണ്ട് ചെയ്തേക്കാണ്, ഡ്രെയിനിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജുമാണ്. സോ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം സോഴ്സിൽ നിന്നും ഇലക്ട്രോൺസ് ഡ്രെയിനിലേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെ ഇലക്ട്രോൺസ് ഡ്രെയിനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പം ഈ ഇലക്ട്രോൺ മൂവ്മെന്റ് കാരണം ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ഈ കറണ്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതാണ് ഈ ID എന്ന് പറയുന്ന കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. ഈ IDയുടെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്മോൾ VDS ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാനലിന്റെ വിഡ്ത്ത് യൂണിഫോം ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും.